ഇറാൻ ഇസ്രായേലിലേക്ക് 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് 8 പേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ടെല്ലവീവിനും ജെറൂസലേമിനും നേരെയായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത്. വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഈ തിരിച്ചടിയുടെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ എത്രത്തോളം ആഴത്തിൽ ബാധിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. യുദ്ധത്തിന്റെ ഗതി ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങളായി പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടി നിന്നിരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയ്ക്ക് നൽകിയ സന്ദേശത്തിൽ ഈ യുദ്ധത്തിന്റെ ഒരു സൂചന ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ഒരു ആക്രമണമുണ്ടായാൽ അത് മേഖലയിൽ യുദ്ധങ്ങളും അസമാധാനവും സൃഷ്ടിക്കുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെയാണെന്നും ഒരിക്കലും ഇറാൻ ജനതയ്ക്ക് എതിരെയല്ല എന്നുമുള്ള സന്ദേശമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നത്. ഒരു യുദ്ധാനന്തര സങ്കല്പം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സന്ദേശം. തീർച്ചയായും ഇത് പശ്ചിമേഷ്യയിൽ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 200ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാന്റെ ആയുധ സംഭരണികൾക്കും ആയുധ ഫാക്ടറികൾക്കും ന്യൂക്ലിയർ പദ്ധതികൾക്കും നേരെ ആയിരിക്കുവാനാണ് സാധ്യത. എന്നാൽ ഇസ്രായേലിന്റെ തിരിച്ചടി എപ്പോൾ ഏത് വിധത്തിലായിരിക്കും എന്ന കാര്യം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനയാണ് ഇസ്രായേൽ സൈനിക മേഖലയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവുന്നത് തീർച്ചയായും US-ഉം ഇസ്രായേലും ചേർന്നായിരിക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായ കാലം മുതൽ തന്നെയാണ് അമേരിക്ക പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക ശക്തിയെ കൂടുതൽ വിപുലമാക്കിയിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായി അഡീഷണൽ ട്രൂപ്പുകളെയും യുദ്ധ വിമാനങ്ങളും ഇസ്രായേലിന്റെ സഹായത്തിനായി അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നതിലപ്പുറം ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം എന്ന രീതിയിലേക്ക് മാറാനാണ് സാധ്യത. ഇറാന്റെ സൈനിക ശക്തിയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനോടൊപ്പം അമേരിക്കയ്ക്കും ഉണ്ട് എന്നത് വ്യക്തമാണ്. ഇസ്രായേലിന്റെ ഒരു തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായും ആദ്യത്തെ തിരിച്ചടി ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികളെ ലക്ഷ്യമിട്ടായിരിക്കും ഇസ്രായേലിന്റെ ആദ്യത്തെ അറ്റാക്ക് വരുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനെയും ഇറാൻ പിന്തുണയ്ക്കുന്ന ആയുധ ഗ്രൂപ്പുകളെയും തകർക്കുക എന്നത് ഇസ്രായേൽ അമേരിക്കൻ അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഒരു പൂർത്തീകരണത്തിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു തുറന്ന യുദ്ധത്തിന്റെ കാർമേഘങ്ങളാണ് ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ഇറാൻ തന്നെ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കായിരിക്കും പശ്ചിമേഷ്യയെ വലിച്ചു കൊണ്ടുപോകുന്നത്. അതേസമയം ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഭീകരമായ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി കഴിഞ്ഞു.